ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഷോർട്സ് ബോണസിന് അപ്ലൈ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുള്ള ദിവസം വെറും 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായിട്ടും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു എലിജിബിൾ മെയിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് ബോണസ് കിട്ടില്ല. വന്നതുകൊണ്ട് മാത്രം കിട്ടില്ല, അത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും നമുക്കത് കിട്ടണമെന്നില്ല എന്നുള്ളതല്ല, കിട്ടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തേക്കാൾ 5% കൂടുതൽ വ്യൂസ് നമുക്ക് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പലരും ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമുക്ക് എത്ര വ്യൂസ് വന്നു? ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് നോക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? യൂട്യൂബ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഈ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണസ് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയല്ല. ചിലർ വിചാരിച്ചിട്ടുള്ളത്, ഇത് ക്ലെയിം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തല്ലോ അപ്പൊ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയുമല്ല. ജസ്റ്റ് നമ്മുടെ ചാനലിന്റെ പെർഫോമൻസ് നോക്കിയിട്ടുള്ളതാണ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോയുടെയും ഷോർട്സിന്റെയാണ്. അപ്പൊ ഇത് രണ്ടിലും നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നില്ല. അതായത് കഴിഞ്ഞ മാസത്തേക്കാൾ 5% കൂടുതൽ കാഴ്ചവെക്കണം എന്നില്ല. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ കഴിഞ്ഞ മാസത്തേക്കാൾ 5% കൂടുതലായാലും മതി. അപ്പൊ കഴിഞ്ഞ മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നമുക്കിത് എങ്ങനെയാണ് അനലിറ്റിക്സിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഡേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ അതിൽ പങ്കെടുക്കാനുള്ള, ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുള്ള ഡേറ്റ്. നിർബന്ധമായിട്ട് നിങ്ങൾ അത് ചെയ്യുക. പലരും നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് റിപ്ലൈ കൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ ആ ഒരു ബോണസിന്റെ മെയിൽ അവോയ്ഡ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത്? അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ബോണസ് ലഭിക്കില്ല. അതെങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അനലിറ്റിക്സ് എടുക്കുക. അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തെ 25 ദിവസത്തെ പെർഫോമൻസിനേക്കാൾ 5% കൂടുതലായിരിക്കണം ഈ മാസത്തെ പെർഫോമൻസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ മാസത്തെ എത്ര നമുക്ക് വ്യൂസ് വന്നു എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ അനലിറ്റിക്സ് എന്നുള്ള ഭാഗം എടുക്കുക. അനലിറ്റിക്സ് എന്നുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡേറ്റ് മാറ്റാൻ പറയും. ഇവിടെ ഓൾറെഡി ലാസ്റ്റ് 28 ഡേയ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു കസ്റ്റം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ 25 വരെയുള്ളതിനേക്കാൾ കൂടുതൽ വ്യൂസ് വേണം. അപ്പൊ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഷോർട്സിൽ നിന്ന് എത്ര വ്യൂസ് വന്നു എന്നറിയണം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓഗസ്റ്റ് മാസം എടുക്കുക. എന്നിട്ട് അതിൽ 1 മുതൽ 25 വരെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഓഗസ്റ്റ് 1 2025 ടു ഇവിടെ ഓഗസ്റ്റ് 25 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/8/2025 മുതൽ 25/8/2025 വരെയുള്ള നമ്മുടെ പെർഫോമൻസ് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വീഡിയോസിന്റേതും ഷോർട്സ് പോസ്റ്റ് അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഇതിനേക്കാൾ, അപ്പൊ ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് എത്രയാണോ വ്യൂസ് അതിനേക്കാൾ ഒരു 5% വ്യൂസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ മതി. അപ്പൊ യൂട്യൂബ് ഇത് ഫിൽട്ടർ ചെയ്യും. എങ്ങനെ വന്നു, ഏത് തരം വ്യൂസ് ആണ്, ഇത് നമ്മൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണോ? മോണിറ്റൈസേഷൻ പോലെ തന്നെ യൂട്യൂബിന്റെ ഇഷ്ടമാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഫിൽട്ടറിങ് ചെയ്യുന്നതും നിങ്ങൾക്ക് തരണേ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതും. പക്ഷെ ഈ ഒരു 25 ദിവസത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ ഓഗസ്റ്റ് 1 മുതൽ 25 വരെ നോക്കുന്നു. അപ്പൊ സെപ്റ്റംബർ 1 മുതൽ 25 വരെ എത്ര കിട്ടി എന്നുള്ളത്, അതിനേക്കാൾ 5% സെപ്റ്റംബറിൽ കിട്ടിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്കത് നേടാം. പക്ഷെ ഇത് ഷോർട്സിനും അതുപോലെ ലോങ്ങിനും ഒരുപോലെ നമ്മൾ ചെയ്യണം എന്നില്ല. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ കംപ്ലീറ്റ് ആയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഏതിലാണ് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിനേക്കാൾ കൂടുതൽ വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ എത്ര വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുക. നല്ല കണ്ടന്റ് ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. 5% മാത്രമല്ലേ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ ചാനലുമായിട്ട് തന്നെയാണ്. അല്ലാതെ മറ്റൊരാൾക്ക് എത്ര കിട്ടി അതിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നുള്ളതല്ല. നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ കഴിയും. നമ്മുടെ ചാനലിൽ ഇനി അത്രയും വ്യൂസ് ഇല്ലാത്ത ചാനലാണെങ്കിൽ ഇത് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ വ്യൂസ് കുറഞ്ഞവർ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പൊ എന്തായാലും
നിങ്ങൾ എല്ലാവരും ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓൾറെഡി 7 ദിവസം കഴിഞ്ഞു, ഇനി 25-ാം തീയതി, അപ്പൊ ഏകദേശം ഒരു 18 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.